അങ്ങനെ ഫൈനലി ഇപ്പോൾ 2026 നമുക്ക് അറിയണ്ടേ ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രി എത്രത്തോളം വളർന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കറന്റ് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഗെയിംസ് ഉണ്ടല്ലോ, ഫ്രീ ഫയർ, പബ്ജി, പെസ്, മൈൻക്രാഫ്റ്റ് പോലത്തെ ഗെയിംസ്. ഇതിൻ്റെയൊക്കെ ഏറ്റവും ഓൾഡർ വേർഷനും ആൻഡ് ഇപ്പോൾ 2026 കറന്റിലെ വേർഷനും തമ്മിൽ വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രി എത്രത്തോളം വളർന്നത്. ആസ് എ ഗെയിമർ നമ്മളത് അറിഞ്ഞിരിക്കണ്ടേ, നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഗെയിം ഏതാണെന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് സബ്വേഴ്സ് അല്ല. ഇതേതാ ഗെയിം പറയുക? ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ GTA വൈസ് സിറ്റി, GTAന്റെ ഫസ്റ്റ് വേർഷൻ. അതായത് റോക്ക് സ്റ്റാർ ഗെയിംസ് ഇറങ്ങിയ GTA 5ന്റെ GTAന്റെ ഫസ്റ്റ് വേർഷൻ. ഇത് നോക്കിയത് അതായത് ഒരു 2D ഗെയിം. പോലെ ഇവിടെ ആലോചിച്ച് GTAന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെയാണ്, നമ്മളെ ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെയല്ലേ. ഇതിൽ അങ്ങനെയും കൂടെ അല്ല, ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ നേരെ നമുക്ക് കാണാൻ പറ്റണേ. ഇതൊക്കെ 1900 സംതിങ് ഈ GTA 1 ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവുക. ആൻഡ് ഇപ്പോൾ GTA എവിടെ കൊടുന്ന് എത്തിച്ചെന്ന് നമുക്ക് നോക്കാം. ഞാൻ എത്ര വെയിറ്റിംഗ് അറിയാൻ വേണ്ടിയിട്ട്. വരാൻ പോണ GTA 6ന്റെ ഗ്രാഫിക്സ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. GTA 1ഉം GTA 6 തമ്മിലൊന്ന് നോക്കാം, ഡിഫറൻസ് ഒന്ന് നോക്ക്. സത്യം അയ്യോ കുറച്ച് ഇനി വേറെ സത്യത്തിൽ പറയാലോ, ഇവരിത് എന്നോ ഒന്ന് ഇറക്കുക. ഇനി 2025 വെയിറ്റ് ചെയ്യാൻ ഞാൻ എത്രക്കാണ് വെയിറ്റ് ചെയ്തോ. എടാ ഈ PC സ്പെക്കല് സാധനമൊക്കെ വാങ്ങി. എടാ സത്യം പറയാലോ, എൻ്റെ പേടി എന്താണോ, ഇവർ ഈ ഗെയിം ഇറക്കുന്നതിൻ്റെ മുന്നേ ഞാൻ എങ്ങാനും മരിച്ചു പോയാലോടാ എൻ്റെ പേടി. അത്രക്ക് പേടി എനിക്ക്. കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ ചത്തുപോയാൽ നഷ്ടടാ, അവിടെ നീച്ച് തരേണ്ടി വരും. പിന്നെ ഞാൻ പറയാൻ കാരണം എന്താടാ, ഇവരിതെന്താ ഇറക്കാത്തത്? ഇവർ ഒന്നാമത്തെ രീതിയിൽ ഗെയിം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് PC കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഗെയിം ഇറങ്ങി കഴിഞ്ഞിട്ട് 1-2 കൊല്ലം എടുക്കും ചിലപ്പോൾ PC വേർഷൻ വരണമെന്നുണ്ടെങ്കിൽ. കൺസോളിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരും. വല്ല ചെങ്ങാമാരത്തെ തരത്തിൽ കൺസോളൊക്കെ ഉണ്ടെങ്കിൽ ഓരൊക്കെ പിടിച്ച് നോക്കി വെച്ചോ, അല്ല പിന്നെ നമുക്ക് GTA എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. സങ്കടം ഉണ്ട് എന്തായാലും. ഓക്കെ, നെക്സ്റ്റ് ഗെയിം ഇതാ മനസ്സിലായി ഗെയിം മൈൻക്രാഫ്റ്റിൻ്റെ ഞാനിപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ ഏറ്റവും ഓൾഡർ വീഡിയോ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ വീഡിയോൻ്റെ ടൈറ്റിൽ നോക്കാം, മൈൻക്രാഫ്റ്റ് ഹൗ ടു മേക്ക് എൻ എയ്തർ പോർട്ടൽ. നെതർ പോർട്ടൽ എന്നല്ല പറയുന്നത്, എയ്തർ പോർട്ടൽ. ഫസ്റ്റ് മൈൻക്രാഫ്റ്റിന് എയ്തർ പോർട്ടൽ എന്നാണ് പറയുന്നത്, നെതർ പോർട്ടൽ എന്നല്ല. ഈ വീഡിയോ ഏകദേശം എത്ര ഇയേഴ്സ് ഓൾഡ് ആണ് നിങ്ങൾക്ക്? 14 ഇയേഴ്സ് ഓൾഡ്. ഇത് 33 മില്യൺ വ്യൂസ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഒന്നും ഇട്ടില്ല. ഇതാണ് ഞാൻ കണ്ടില്ലേ, ഞാൻ യൂട്യൂബ് ഒരുപാടാണ് തപ്പിക്കിട്ട് എനിക്ക് മൈൻക്രാഫ്റ്റിൻ്റെ ഏറ്റവും ഓൾഡസ്റ്റ് വീഡിയോ എന്നാണ് കിട്ടിയത് ഈ വീഡിയോ. എനിവേ ഇതാടാ അന്നത്തെ ഒബ്സിഡിയൊക്കെ നോക്കാം. അന്നത്തെ ആ ക്യാരക്ടറിൻ്റെ സൗണ്ട് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ അതിന് റിയാക്ട് ചെയ്തിന്. എടാ ഇത് എന്താടാ അത്? ഇതിന്നൊക്കെ മൈൻക്രാഫ്റ്റ് എത്രയും മാറിയിട്ടുണ്ട് ഇപ്പോൾ, ഉള്ളത് പറയാലോ. അന്നത്തെ വെപ്പൺ ആർമറിൻ്റെ ഇതിൻ്റെ ആനിമേഷൻ നോക്കാം. ബക്കറ്റ് ഓഫ് വാട്ടർ നോക്കും നിങ്ങൾ. ബക്കറ്റ് ഓഫ് വാട്ടർ ബക്കറ്റൊന്നും ഇല്ല, സ്ക്രീനിൽ വെറുതെ നീലക്കാണ്. വെപ്പൺസ് നോക്ക്, 14 കൊല്ലം മുന്നേ ഓർക്കണം. അത്രയും പഴക്കണ്ട് ഈ വീഡിയോ. എടാ അന്നത്തെ മൈൻക്രാഫ്റ്റിൽ നെതർ എങ്ങനെ ഉണ്ടാവും? അന്ന് മൈൻക്രാഫ്റ്റിൽ നെതർ ആയിട്ടില്ല കണ്ടോ. അതിന് ശേഷം ഇപ്പോൾ മൈൻക്രാഫ്റ്റിൽ നെതർ വന്നു. അന്ന് നെതറില്ല മൈൻക്രാഫ്റ്റിൽ കണ്ടോ. എയ്തർ പോർട്ടലായി പോകാം, പക്ഷെ നെതറില്ല. എടാ ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ് ചിലപ്പോൾ അതൊന്നും നോക്കിയിട്ടേ ഉണ്ടാവില്ല. ആൻഡ് ഓക്കെ, നമ്മളെ അടുത്ത ഗെയിം നമ്മളെ ലോക്ക്ഡൗൺ ടൈമത്തൊക്കെ ലെജൻഡ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒക്കെ ഓൾ ടൈം ഫേവറേറ്റ് വേറെ ഒന്നുമല്ല, പബ്ജി മൊബൈൽ. PC വേർഷനിലുണ്ട് ഞാൻ പറഞ്ഞത്, ഇത് പബ്ജി മൊബൈലാണ്. ഇത് നോക്കാം. എടാ സത്യം പറഞ്ഞ പബ്ജിക്ക് അന്നും ഇന്നും ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അന്നും ഇന്നും ഇല്ല. ശ്രദ്ധിച്ചോ ആ എനിമി വാങ്ങണ നോക്ക്. അടാ ഇതിപ്പോൾ ഈ വീഡിയോ എത്ര ഇയേഴ്സ് ഓൾഡാ? 7 ഇയേഴ്സ് ഓൾഡ്. ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ 7 ഇയേഴ്സ് പറയുമ്പോൾ 2016-17 ആ ടൈം. ആ ഒരു ടൈം. എനിവേ അന്നും പബ്ജിൻ്റെ ക്വാളിറ്റി സത്യം പറഞ്ഞാൽ അത്യാവശ്യമുണ്ട്. ഇതൊരു 7 ഇയേഴ്സ് ഓൾഡ്. ഈ ഗെയിമിൻ്റെ ക്വാളിറ്റി അത്ര മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതും ഒരു മൊബൈൽ ഗെയിം. ഹാറ്റ്സ് ഓഫ് യു ബ്രദർ. ഇതിനൊക്കെ ഒരു ടൈം ഉണ്ട്. ലോക്ക്ഡൗൺ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നമ്മളെ ഓൾഡ് പബ്ജി പ്ലേയേഴ്സിനൊക്കെ? ഒന്ന് പറയട്ടെ, ഇതൊന്നും പറയാതെ ഈ വീഡിയോ മുഴുവനാവില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് നമ്മളെ ഓൾഡ് പബ്ജി പ്ലേയേഴ്സൊക്കെ ആരൊക്കെ? നമ്മളെ ഈഗിൾ ഗെയിമിംഗ് ഒക്കെ പബ്ജി കളിച്ച നമുക്ക് ഓർമ്മ. കാസ്ട്രോ, ഈഗിള്, പിന്നെ വേറെ ചെങ്ങനെ സൈക്കോ, ഇവരൊക്കെ പബ്ജി കളിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് കയ്യിൽ ഫോണും കൂടി ഗെയിം കളിക്കാം. പക്ഷെ ഇവരൊക്കെ ഗെയിം പ്ലേ അങ്ങനെ കാണില്ലേ. അന്ന് കുറച്ച് വലിയ പ്ലേയേഴ്സ് ഇങ്ങനെ പാൻഡ പോലത്തെ വലിയ പ്ലേയേഴ്സ് ടൈം. പിന്നെ കൊറോണ ടൈമിലൊക്കെ ഇത് പീക്ക് ലെവലിന് എന്ത് പബ്ജി. കാരണം വെച്ചാൽ അന്ന് വേറെ ആൾക്ക് ഒരു പണിയില്ലല്ലോ. അന്ന് ഇതിനൊക്കെ സത്യം ഞാൻ ആ ടൈം തന്നെ ഓർക്കും. അന്നത്തെ പണ്ടത്തെ പ്ലേയേഴ്സിനാണ് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്.
കാസ്ട്രോ, സൈക്കോ, പിന്നെ ഈഗിൾ പോലത്തെ പ്ലേയേഴ്സിനൊക്കെ. എനിവേ പക്ഷെ അന്ന് എനിക്ക് സത്യം പറയാം എനിക്ക് കളിക്കാനൊരു ഭാഗ്യമില്ലടാ പബ്ജിയിലൊക്കെ. കാരണം ഇപ്പം എൻ്റെ കയ്യിൽ ഐഫോണും മറ്റൊന്നും ലാപ്പും എല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് കളിക്കാനുള്ള മൂഡില്ല. എടാ ഇതാടാ ഒരു ജീവിതത്തിൻ്റെ സത്യസന. അത് ഒന്നുണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇന്ന് ഫോണുണ്ട് മൂഡില്ല, അന്ന് മൂഡ് നല്ല ഉണ്ട് പക്ഷെ ഫോണില്ല. ഓ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഗെയിം. ഇനിയിപ്പോൾ പബ്ജി വന്ന സ്ഥിതിക്ക് എന്തായാലും അണ്ണനും പാടെ വരണമല്ലോ, അല്ലെങ്കിൽ ഇവിടെ ചില ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പൊങ്കാലുണ്ടാക്കും. ഇതാ നെക്സ്റ്റ് ഗെയിം വേറെ ഇതല്ല, ഗെർന ഫ്രീ ഫയർ. ഗെർന ഫ്രീ ഫയറിൻ്റെ ഞാൻ കണ്ടില്ല യൂട്യൂബിൻ്റെ ഏറ്റവും ഓൾഡസ്റ്റ് വീഡിയോ ഗെർന ഫ്രീ ഫയറിൻ്റെ ആ അനിമേഷൻ. ഓ സത്യം പറയാലോ എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട്. നൊസ്റ്റാൾജിയ ആയിട്ട് പീക്ക് എന്നൊക്കെ പറയാമല്ലോ. പണ്ടത്തെ ഫ്രീ ഫയർ ഞാൻ സത്യം പറയട്ടെ, ഇതിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഇതൊക്കെ ഫ്രീ ഫയർ ക്രോസ് ബോ ചലഞ്ച്. അപ്പോൾ അന്ന് മുതലുണ്ട് ഈ ക്രോസ് ബോ ചലഞ്ചൊക്കെ. ഈ വീഡിയോ ഏകദേശം 7 കൊല്ലം പഴക്കുണ്ട്. ഈ ഫ്രീ ഫയറും പബ്ജിയൊക്കെ മൊബൈലിൽ കൊന്നത് ഏകദേശം ഒരു ടൈമിലായിരുന്നു, പക്ഷേ ഫ്രീ ഫയർ ഇറങ്ങിയ ടൈമിൽ ഒട്ടും പോപ്പുലർ അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിൻ്റെ ഈ കൗണ്ട് ഡൗൺ എണ്ണൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ബാക്ക് പാക്കിൻ്റെയും മെഡിക്കറ്റിൻ്റെ ഒക്കെ. പക്ഷെ ഞാൻ പറയാലോ ഈ ഫ്രീ ഫയറിന് ഒരു പീക്ക് ടൈം ഉണ്ട്. പബ്ജിനെ വരെ തോപ്പിച്ച ലെവലിൽ ടൈം ഫ്രീ ഫയർ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണോ ഞാൻ പറയട്ടെ, ഒരു 2020 2021 ടൈമിൽ ഫ്രീ ഫയറിൻ്റെ പ്രൈം ടൈം വരും. എനിക്ക് ഓർമ്മയുണ്ട് പ്ലേ സ്റ്റോറിൽ ഫ്രീ ഫയർ 1 ബില്യൺ ഡൗൺലോഡ്സ് ആയത് എനിക്ക് ഓർമ്മയുണ്ട്, പബ്ജിനൊക്കെ തോപ്പിച്ചു കണ്ട്. കാരണം ഏത് ലോ സ്പെക്കിലെ മറ്റേ ഡിവൈസിലും ഫ്രീ ഫയർ വർക്കിങ് ചെയ്യും. എൻ്റെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ആ പഴയ പ്ലേയേഴ്സിനൊക്കെ മറന്നു. SK സാബിർ, പിന്നെ എന്താ പറയുക അജൂബായി, പിന്നെ റെയ്സ്റ്റാർ, പിന്നെ ഒരു പൈസക്കാരൻ ചങ്ങണ്ട എന്തൊരു പേര് ലോകേഷ് ഗെയിമർ. ഇവരൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഈ ഫ്രീ ഫയർ കളിച്ച കാലമാണ് ഓർമ്മിക്കുക. ഇല്ലാത്ത പൈസ വെച്ചാണ്ട് DJ ലെവക്കിനെ വാങ്ങിയതും ഇതൊക്കെ ഓർമ്മ വരും. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഈ ഓൾഡ് വേർഷൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ടൈമിൽ ഞാൻ കളിച്ചിട്ടില്ല, അത് 7 കൊല്ലം ഞാൻ കളിച്ചത്. പക്ഷേ 2020 2021 ടൈമിൽ ഞാൻ ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ട്. സത്യം പറയാലോ ഒരു അപ്ഡേഷൻ കൊടുത്ത് നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഗെയിമിന്. അവിടെ പണ്ടത്തെ ഫ്രീ ഫയർ എന്ന ലെജൻഡറി ഗെയിമിന് ഇപ്പോഴും ചില ആൾക്കാരോട് കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ബ്രോ ഫ്രീ ഫയർ കളിക്കണം. സത്യം പറയാലോ ഫ്രീ ഫയർ എന്തുകൊണ്ട് കളിക്കില്ല വെച്ചാൽ ഇപ്പോൾ ഒരു ഗെയിമിന് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആൾക്കാർ അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട്. അന്ന് പണ്ട് ഓൾഡർ ആയിട്ട് റയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും തിരിച്ചു കൊണ്ടുവന്നുണ്ട്, പ്ലേയേഴ്സിനെ വെറുപ്പിച്ചിട്ടുണ്ട് ഇവർ. എനിവേ സത്യം പറയാലോ ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടമാവാം. എത്തോരം നല്ല ഗെയിമിന് മരിക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതേ പീക്ക് ലെവലിൽ നിൽക്കാൻ ക്യാപ്പബിൾ ഉള്ള ഗെയിം കൊണ്ടുപോയി നശിപ്പിച്ചിട്ടുണ്ട്. സത്യം പറയാലോ ഇത് കാണുമ്പോൾ ഗെർനോട് എനിക്ക് ദേഷ്യം തോന്നുന്നു. കണ്ടോ ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇപ്പോഴും ആ സെയിം തീം തന്നെ, പബ്ജിൻ്റെ സെയിം തീം തന്നെ ഇത് ഒന്നും ഫ്രീ ഫയറിൻ്റെ ഗ്രാഫിക്സിൽ സത്യം പറഞ്ഞാൽ അത്ര വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ അല്ല. ശരിയാണ് എൻഹാൻസ്മെൻറ്റ് ഒന്നുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ ശരിയാണ് ഈ ഓർഡറിന് അനിമേഷനും ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടത്തെ ഈ ചാടനെയും സ്കോപ്പിൻ്റെ ഇതിൻ്റെ ഡിസൈൻ തന്നെ രസമുണ്ടാ. പക്ഷേ എനിക്ക് എന്തായാലും എനിക്ക് ഈ ഓൾഡ് ഫ്രീ ഫയർ ഇല്ലാത്തപ്പോൾ എനിക്ക് കാണാൻ ഇഷ്ടപ്പെട്ടു. എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ടത്തെ ഈ വീട് ഓർമ്മയുണ്ട്, ഈ സിമെൻറ്റിൻ്റെ ഈ ഒരു നീല കറുവല്ല വീട്, പിന്നെ പീക്ക്. ഇപ്പോൾ ഒരു ഫ്രീ ഫയറിന് പീക്ക് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്തൊരു പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത്. എനിക്ക് അധികത്തിന് റിയാക്ട് ചെയ്യാൻ കഴിയില്ലടാ, കാരണം എനിക്ക് സങ്കടമാവാം. നല്ലൊരു ഗെയിമിനെ കൊണ്ടുപോയി നശിപ്പിച്ച് കുറച്ച് ആൾക്കാരുണ്ട്. എനിവേ നമ്മളെ നെക്സ്റ്റ് ഗെയിം ഇത് ഇപ്പോഴും കറന്റ് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഗെയിമിൽ ഏറ്റവും ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ഗെയിം വെച്ചാൽ നമ്മളെല്ലാവരും ഫേവറേറ്റ് പെസ്സിൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം കാര്യം കാട്ടിത്തരാണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇത് 2017 പെസ് സത്യം പറഞ്ഞാൽ 1991 സംതിങ് 1992 ഉണ്ട്. പക്ഷെ അത് പെസ് അന്ന് ഉള്ളത് കൺസോളിലാണ്. മൊബൈൽ വേർഷൻ പെസ് ഫസ്റ്റ് ടൈം തന്നെ 2017 ഈ 2017 ഞാൻ പെസ് കളിച്ചിട്ടേ അല്ല. അന്ന് എൻ്റെ ഏട്ടൻ്റെ ചെങ്ങന്മാരൊക്കെ നിന്ന് പെസ് കളിക്കുക. അന്നത്തെ ആ ഇൻ്റർഫേസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കളിക്കണേ ഞാൻ നോക്കിയിരുന്നൊരു ഓർമ്മ എനിക്കിപ്പോൾ ഉള്ളൂ. അന്നൊക്കെ ഞാൻ അത്ര 12 10 വയസ്സുള്ളായിരുന്നു. അന്ന് ഈ സംഭവം ഈ ബ്ലാക്ക് ബോൾ പറഞ്ഞ സംഭവം ഇതൊക്കെ OG ലെജൻഡ് പ്ലേയേഴ്സിന് മാത്രം ഓർമ്മ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നില്ല നമ്മളെ വ്യൂവേഴ്സിൽ ഒട്ടുമിക്ക ആർക്കും ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഈ ബ്ലാക്ക് ബോൾ പറഞ്ഞ സംഭവമൊക്കെ സത്യം പറഞ്ഞാൽ കൊനാമിക്ക് എനിക്കൊരു അഭിപ്രായമുണ്ട്. നമ്മളെ കൊനാമിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ ചെയ്തതിന്, അതായത് ഈ ബാക്കിയെല്ലാം ഓക്കെ, ബട്ട് ഓലി നമ്മൾ ഈ പ്ലേയേഴ്സിനെ തരില്ല. ഇപ്പോൾ കൊനാമി ഇതിന് അനുസരിച്ച് നമുക്ക് പ്ലേയേഴ്സിനെ തരാം. പക്ഷെ പണ്ട് പറഞ്ഞാൽ നമ്മൾ നെക്കിനനുസരിച്ച് നമ്മളെ ലെക്ക് മാറും. അതായത് നമ്മൾ ആ കറക്റ്റ് പൊസിഷനിൽ നെക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ബോൾ തന്നെ കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ പോലെ ഈ ബ്ലാക്ക് ബോൾ ഈ സിൽവർ ഗോൾഡ് ഈ ഒരു സിസ്റ്റമൊക്കെ അന്ന് ഇതിനെ കളയാതെ കൊണ്ടുപോയി. എനിവേ പക്ഷേ ഇപ്പോഴും പെസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പെസ് ഒരുപാട് വ്യത്യാസം ഉണ്ട്. ഇപ്പോൾ പെസ്സിൻ്റെ പേര് ഈ ഫുട്ബോൾ എന്ന് വായിക്കണേ. ഇപ്പം അടുത്തുമ്പോൾ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിവേ ഞാൻ ആ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് തിരക്കപ്പെട്ടാണ് ഇതൊന്നും കളിക്കാതെ പോയി. ഇതാണ് ആ സ്പിന്നയുടെ രൂപത്തിൽ കണ്ടോ. ഇത് എവിടെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഏട്ടൻ കന്ന് കളിച്ചത് കറക്റ്റ് സ്ഥലത്ത് കടന്ന് പോയിന്റിൽ ഒന്ന് ടച്ച് ചെയ്താൽ ബ്ലാക്ക് ബോളിനെ കിട്ടണം. അങ്ങനെയൊക്കെയാണ് ഓരോ അതിപ്പോൾ ഒരു ബ്ലാക്ക് ബോൾ കിട്ടുമില്ല നമുക്ക് നോക്കട്ടോ. ഇത് ബ്ലാക്ക് ബോളാ. ഇതിനല്ല ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നത് കാര്യമേ. ബഫാണ്. അന്നത്തെ ഗെയിം പ്ലേ നോക്കാം നിങ്ങൾ. അന്നത്തെ പെസ്സിൻ്റെ ഗെയിം പ്ലേ സത്യം പറഞ്ഞിട്ട് ഇന്നൊക്കെ എത്ര വ്യത്യാസം നിങ്ങളുടെ പെസ്സിന്.
ഗ്രാഫിക്സിന്റെ കാര്യത്തിലാണ് എത്ര വ്യത്യാസം തോന്നി ഇതിനൊക്കെ. പിന്നെ ഇപ്പോഴത്തെ പെസൊന്നും നിങ്ങൾക്ക് ആർക്കും കാണിച്ചേണ്ട ആവശ്യം എനിക്കില്ലല്ലോ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴത്തെ പെസൊക്കെ എങ്ങനെയുണ്ട് കാണാനുള്ളത്. എനിവേ നെക്സ്റ്റ് ഗെയിം മൈൻക്രാഫ്റ്റ് പോലെ തന്നെ ഒരു ലെജൻഡറി ഗെയിം. സത്യം പറഞ്ഞാൽ ഈ ഗെയിം കേരളത്തിൽ അണ്ടർ റേറ്റഡ് ആണ്. വേറെ ഒന്നുമല്ല, റോബ്ലോക്സ്. ഈ റോബ്ലോക്സ് ഒക്കെ സത്യമാണല്ലോ, ഇത് സങ്കടമുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ ആൾക്കാർ റോബ്ലോക്സ് കളിക്കണില്ല? ഈ സത്യം പറയാം, ഈ കമന്റ് ചെയ്തോ നമ്മളെ വീട്ടിൽ എത്ര ആൾക്കാർ റോബ്ലോക്സ് കളിച്ചിട്ടുണ്ട്? ഈ ടൈം സ്റ്റാമ്പ് ചെയ്താണ്ട് കമന്റ് ചെയ്യും യെസ് ഓർ നോ എന്ന്. ഓക്കെ, ഇതെന്താ ഈ വീഡിയോ എന്താ ഇത്തിരി ക്രീപ്പി ആയ പോലെ തോന്നുന്നു എനിക്ക്. ബട്ട് എനിവേ റോബ്ലോക്സിന്റെ ആ തീമും തന്നെ ഒരു മാറ്റി പിടിച്ചിട്ടില്ല. അതായത് എന്ത്, ആ ക്യാരക്ടറുടെ മൂവ്മെന്റ് ഒക്കെ കണ്ടിച്ചു ഞങ്ങള് റോബ്ലോക്സിന്റെ എന്താ ഇത് ഗെയിമൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഇത് ചില ആൾക്കാർക്ക് ഈ റോബ്ലോക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ അറിയില്ല. ഇതാ ഞാൻ പറഞ്ഞു, നമ്മളെ കേരളത്തിൽ അണ്ടർ റേറ്റഡ് ആണ്. നമ്മളെ കേരളത്തിൽ ഈ റോബ്ലോക്സ് മൈൻക്രാഫ്റ്റ് ഒക്കെ അണ്ടർ റേറ്റഡാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ ഇതിൽ കൂടുതൽ എത്ര അർഹിക്കുന്നുണ്ട്, എത്ര പ്ലേയേഴ്സിനെ അർഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കേരളത്തിലുള്ള പ്ലേയേഴ്സിനൊക്കെ ഈ പബ്ജി ഫ്രീ ഫയർ പോലത്തെ ആക്ഷൻ ഗെയിംസ് മാത്രമേ ഇഷ്ടമുള്ളൂ. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമും കേരളത്തിലെ ഗെയിമേഴ്സിന് അധികം ഇഷ്ടപ്പെടില്ല. എനിവേ നെക്സ്റ്റ് ഒരു അണ്ടർ റേറ്റഡ് ഗെയിമാണ് അതേപോലെ തന്നെ കേരളത്തിൽ, എന്ത്, ഫോർട്ട്നൈറ്റ്. ഈ ഗെയിം ഞാൻ ഐസോ സ്പീഡ് കളിക്കാണ്ടിരിക്കണേ, ഒരുപാട് ഫോറിൻ കൺട്രീസിലെ ആൾക്കാർ കളിക്കാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ കേരളത്തിലെ ആൾക്കാർക്ക് ഈ ഫോർട്ട്നൈറ്റ് ഒന്നും എത്തിയിട്ടേ ഇല്ല. സത്യം പറയല്ലോ, പബ്ജിനെക്കാളും ഫ്രീ ഫയറുകളിലൊക്കെ എത്രയോ നല്ല അനിമേഷൻ, എത്രയോ നല്ല ഗ്രാഫിക്സ് ഒക്കെ ഈ ഗെയിമിനുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഈ ഗെയിമിന് കുറച്ചും പാടെ സ്പെക്കില്ല കുറച്ച് ഡിവൈസാണ് ഇനി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫോർട്ട്നൈറ്റ് കളിക്കണം എന്നുണ്ടെങ്കിൽ PC വേണം. അങ്ങനെയൊക്കെ എല്ലോണ്ടാണ് തോന്നുന്നത് ഈ ഫോർട്ട്നൈറ്റ് ഒന്നും ഇവിടെ അധികം കളിക്കാത്തത്. ഈ ഐസോ സ്പീഡൊക്കെ ഫോർട്ട്നൈറ്റ് വെച്ചിട്ട് തുടങ്ങണം തന്നെ ഓൻ്റെ കാര്യം. ഐസോ സ്പീഡ് ഫോർട്ട്നൈറ്റ് വെച്ചിട്ട് അവൻ്റെ കാര്യം തുടങ്ങണം. എനിക്ക് ഓർമ്മയുണ്ട് പണ്ടത്തെ ഐസോ സ്പീഡിൻ്റെ വീഡിയോസ് കണ്ട ആളാണ്. എനിവേ സത്യം പറയല്ലോ, ഞാൻ ഇപ്പോഴും എൻ്റെ ചാനലൊരു വീഡിയോ ഉണ്ട്, പഴയ വീഡിയോ ഉണ്ട്, ഞാൻ ഫോർട്ട്നൈറ്റ് കളിച്ചേക്കുന്ന ഒരു വീഡിയോ. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനത്തെ ഗെയിമുകളാ നമ്മൾ ആരും അറിയാതെ പോയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നൊരു 4-5 കൊല്ലം ബാക്ക് കൊണ്ടായി ഞാൻ അന്ന് ഈ ഗെയിമൊക്കെ കളിച്ചേനെ. ഇത് ഇപ്പം ആരും ഇല്ലടാ, ഇപ്പം ആരും ഇങ്ങനത്തെ ഗെയിംസൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും പെസ്, പബ്ജി ഇതിനൊക്കെ പിന്നാലെ. ഫോർട്ട്നൈറ്റ് ഒന്നും എനിക്ക് സത്യം പറയാം, ഇങ്ങനത്തെ കേരള ഗെയിംസ് കമ്മ്യൂണിറ്റിയോട് പറ്റാത്തത്. ഇങ്ങനത്തെ ഗെയിം ഇത്ര കിഡിലെ ഗെയിംസ് കളിക്കാൻ അവിടെ പ്ലേയേഴ്സ് ഇല്ല. ഒരു നല്ലൊരു യൂട്യൂബ് ചാനലും കൂടി ഇല്ല എന്ത് പേര് ഫോർട്ട്നൈറ്റിൻ്റെ പേരിൽ. സങ്കടമാണ് കാണുമ്പോൾ. ഇതിൻ്റെയൊക്കെ ആനിമേഷനും ഗ്രാഫിക്സ് ഒക്കെ നോക്കുക, ഇതിൻ്റെയൊക്കെ എന്താ കുറവ്. ഇതെന്ന് പറഞ്ഞാൽ ഫോർട്ട്നൈറ്റിൻ്റെ ഫസ്റ്റ് വേർഷനാണ്. ഇപ്പോഴത്തെ ഫോർട്ട്നൈറ്റിൻ്റെ അനിമേഷനും ഗ്രാഫിക്സ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഞാൻ എൻ്റെ ഇതിൽ കളിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ ആണിരുന്ന് കണ്ടോ. 8 കൊല്ലം മുന്നിലെ വീഡിയോ, ഞാൻ ഏറ്റവും ഓൾഡർ വേർഷൻ റിയാക്ട് ചെയ്യണോണ്ടാണ് ഇത് കാണിച്ചിരുന്നത്. അന്ന് തന്നെ 8 കൊല്ലം മുന്നേ തന്നെ ഈ ഗെയിമിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം നോക്ക്. ഇതിൽ ഫുള്ള് കളക്ട് ചെയ്യുന്ന രൂപത്തിലാണ്. അതായത് ഇതിൽ ഫ്രീ ഫയറിൽ ഗ്ലൂ വാൾ എന്ന് പറയുമല്ലോ, അതുപോലെ ഗ്ലൂ വാൾ എന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം. ഇതേപോലെ ഓരോ റിസോഴ്സിന് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. കാരണം എല്ലാത്തിനും ഹെൽത്ത് ഉണ്ട് ഇതിൽ, ശ്രദ്ധിച്ചോ. ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ മൂവ്മെൻ്റ് ഒക്കെ എല്ലാം ശ്രദ്ധിച്ചു നോക്കുന്നത്, ക്യാരക്ടേഴ്സിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം അടിപൊളിയുണ്ട്. അനദർ അണ്ടർ റേറ്റഡ് ഗെയിം. ആൻഡ് ഓക്കെ, ഇനി വരാൻ പോണ ഗെയിമാണ് സത്യം പറഞ്ഞാൽ ഇന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ഗെയിം. അതാണ് ഈ ഗെയിം, ക്ലാഷ് ഓഫ് ക്ലാൻസ്. ഈ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കാത്ത ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചൈൽഡ്ഹുഡ് നായി നക്കി. കാരണം സത്യം പറയാലോ, ഈ ഗെയിം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഗോൾഡ്, ഇത് എലിക്സിയർ, ഇത് ഡാർക്ക് എലിക്സിയർ, ഇത് ജെമ്മ്. ആ ജെമ്മ് നമ്മൾ ഫസ്റ്റേ മറ്റേ ചിലവാക്കും ഇങ്ങോട്ട് നമ്മൾ പൊട്ടത്തരം കാണിക്കും. ഇതില്ല ക്യാരക്ടേഴ്സിന് എല്ലാ പേരും എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഗെയിമിൻ്റെ പ്രത്യേക ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻസിന് കണ്ടില്ലേ യൂട്യൂബിൽ ഏറ്റവും ഓൾഡസ്റ്റ് വീഡിയോ, 11 years ഓൾഡ്. പക്ഷേ ഈ ഗെയിം എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ, ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് ടൈം എടുക്കും ഈ ഗെയിമിന് വേണ്ടിയിട്ട്. അതായത് ഈ ഗെയിമിൽ ഓരോ സംഭവങ്ങൾ അപ്ഗ്രേഡ് ഇടാൻ ഒരുപാട് ടൈം എടുക്കും. അതാണ് ഈ ഗെയിമിൻ്റെ മെയിൻ സംഭവം. അതായത് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ടൗൺ ഹാൾ ലെവൽ പണ്ട് 10-ക്കോ 11-ക്കൊക്കെ ഇടുന്ന സമയത്ത് 10 ദിവസം 12 ദിവസം ടൈമാണ് നമ്മളിവിടെ ചിലവാക്കട്ടെ, മനസ്സിലായോ. ഈ ഗെയിമൊക്കെ എപ്പോഴും മിസ് ചെയ്യണം. ഓൾഡ് ഗെയിം ഇപ്പോഴും ഇതൊക്കെ വളരെ ചുരുക്കം കളിക്കാൻ. എൻ്റെ അനിയനൊക്കെ എപ്പോഴും ഗെയിം കളിക്കുന്നുണ്ട്, വളരെ ചുരുക്കം ആൾക്കാർ ഈ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ പിന്നീട് അതിൻ്റെ ഇൻട്രസ്റ്റ് പോയി. എനിക്ക് തോന്നി ഇത് വെറൊരു ടൈം വേസ്റ്റിംഗ് ആണ് തോന്നിയിട്ട് അന്ന് ഞാൻ അന്നൊന്നോ ഗെയിം നിർത്തി. എൻ്റെ പഴയ അക്കൗണ്ട് ഇപ്പോൾ എവിടെയോ ഉണ്ടാവും, ഏതോ ഒരു ഇമെയിൽ, എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീഡിയോസ് എന്തൊക്കെ വേണ്ടതെന്നില്ല നിങ്ങൾ ഒരിക്കലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളാം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ 2026 ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് എനിക്ക് 2026 ആകുമ്പോൾ എനിക്ക് 6 pack കയറും. രണ്ടാമത് ഞാൻ യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആവും. ശരി എന്നാൽ.